ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യത്തിൽ തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ വഴിതെറ്റിയവരും നിസ്സഹായരുമായിരുന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അനുകമ്പ തോന്നുകയാണ്. ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ ആഴമായ കരുണയുടെ മനോഭാവമാണ് ഈശോയുടെ മുഖത്ത് കാണാൻ സാധിക്കുക. സാങ്കേതിക വിദ്യയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ മനുഷ്യൻ ഏറെ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും അവൻ ഇന്നും ആന്തരികമായി ഒറ്റപ്പെട്ടവനും വഴിതെറ്റിയവനുമായി ജീവിതം തുടരുന്നു. എന്താണ് ശരി, എവിടേക്ക് സഞ്ചരിക്കണം, ആരെ വഴികാട്ടിയാക്കണം എന്നൊക്കെ ചിന്തിച്ച് ഇടയനില്ലാത്ത ആടുകളെ പോലെയാകുന്നു മനുഷ്യൻ. മനുഷ്യൻ്റെ ഹൃദയഭാരം എത്രയാണെന്ന് മനസ്സിലാക്കുന്ന ഈശോ, ഇതേ മനോഭാവമുള്ള ഈശോയെ നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28 കാണാൻ സാധിക്കും. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുളി ചെയ്യുന്ന ഈശോ നമ്മുടെ ഹൃദയത്തിലെ മറഞ്ഞിരിക്കുന്ന വേദനകളെയും ചിന്തകളെയും ഭയങ്ങളെയൊക്കെ ഈശോയ്ക്ക് സമർപ്പിക്കാം. അവിടുത്തെ സാന്നിധ്യം നമുക്ക് ശക്തി പകരുവാനും അവിടുത്തെ തിരുവചനം നമുക്ക് വഴികാട്ടിയാകുവാനും ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.